ശ്യാംരാജ്, ഒരു BJP-യുടെ പ്രതിനിധി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടിയാണ് അവസാനത്തെ ചോദ്യം. വോട്ടിംഗ് പെർസെന്റേജും ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകളും ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വേവ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? എന്ത് വേവാണുള്ളത്? എങ്ങനെ വേവ ഉണ്ടാക്കുക? ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇടതുപക്ഷം ആരാന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പറയുന്ന അവരാണ് വലിയ ഇടതുപക്ഷം, CPM പറയുന്ന അവരാണ് വലിയ ഇടതുപക്ഷം. അങ്ങനെ ഏതാണ് പക്ഷമെന്ന് നോക്കിയിട്ട് മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഈ സർക്കാരിന്റെ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് ഇവർ പക്ഷം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-നേക്കാളും വലിയ ഇടതുപക്ഷമാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റൊന്നിനും സമയം കിട്ടിയിട്ടില്ലെന്ന്. ഈ സംസ്ഥാനത്ത് ഇത്രയധികം ജനവിരുദ്ധ നയങ്ങൾ ഉണ്ടായിട്ടും മര്യാദയ്ക്ക് ഒരു സമരം നടത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു 10 വർഷമായിട്ട് ഈ സംസ്ഥാനം CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യാതൊരു വിധത്തിലുള്ള അതിന്റെ ഒരു എഡ്ജ് ഏറ്റെടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് പറ്റിയിട്ടില്ല. വരുന്നുണ്ടല്ലോ, റിസൾട്ട് വരുന്ന സമയങ്ങളിൽ റിസൾട്ട് വരുന്ന എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. റിസൾട്ട് വരുന്നുണ്ടല്ലോ. ഒന്ന് നോക്കൂ, 60 വർഷം ഭരിച്ചിരുന്ന ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി ഇവിടെ വന്നിട്ട് അവർക്ക് പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സീറ്റുകൾ കിട്ടി എന്നൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്ന ആളുകളാണ്, നിങ്ങൾ ഈ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന ആളുകളാണ്. നിങ്ങൾ ഈ പക്ഷം പിടിക്കാൻ പോയപ്പോ അവസാനം ജനങ്ങളുടെ പക്ഷത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ തൂത്തെറിഞ്ഞ് ഈ രാജ്യത്ത് നിന്ന്, എന്നിട്ട് നിങ്ങൾ എനിക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങൾ പോയി എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണമുണ്ടാവുന്ന മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും EVM ഈ രാജ്യത്ത് ഇൻട്രോഡ്യൂസ് ചെയ്ത ശ്രീ രാജീവ് ഗാന്ധി നിങ്ങളുടെ നേതാവല്ല എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇവിടെ ഒറ്റക്കാര്യം, ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മാനന്തവാടി മത്സരിച്ചതാണ്. ഈ കേരളത്തിന്റെ SC/ST വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന OR കേളു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 സെന്റ് കോളനി ഞാൻ പോയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീടില്ല, ടോയ്ലറ്റ് ഇല്ല. കൊച്ചു കുട്ടികളുടെ മുഖത്തുണ്ടല്ലോ ഈ ചെളി പുരണ്ടിരിക്കുക, കുളിക്കാൻ വേണ്ടിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട്, തലയിൽ എണ്ണ തേക്കാൻ വേണ്ടിട്ട് ഇല്ലാത്തതുകൊണ്ട് ചെമ്പിച്ച മുടികളാണ്. 1ഉം 2ഉം വയസ്സുള്ള കൊച്ചു കുട്ടികൾ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പ്രതിനിധി ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എന്ത് മാറ്റമാണ് ഈ സംസ്ഥാനത്തിൽ? അപ്പോൾ അത്തരം ആളുകളിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതികളൊന്നും കഴിഞ്ഞ 12 വർഷം കൊണ്ട് നിങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എല്ലാ പദ്ധതികളും വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.